ഇന്നലെ രാത്രിയും വെളുപ്പാൻ രാവിലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നെന്നാണ് തോന്നണത്, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ സമയത്ത് ചെടിയൊക്കെ മൊത്തം അടിച്ച് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പുറത്തൊക്കെ ഓലയൊക്കെ വീണ് കിടക്കണം, റോഡൊക്കെ മൊത്തം ഇങ്ങനെ കരിയിലേക്കായിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കല്ലോ രാത്രി നല്ല കാറ്റായിരിക്കുമെന്ന്. അങ്ങനെ രാവിലെ നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പും. അങ്ങനെ കേശുവൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന്, പക്ഷേ എഴുന്നേറ്റ് വന്നെങ്കിലും മോൻ ആ ഒരു ക്ഷീണം മാറിയില്ല. ആൾക്ക് ഭയങ്കര തണുപ്പ്. നമ്മൾ ഒരു കണക്കിന് ഈ തണുപ്പത്ത് മൂടി പൊതിച്ചിരിക്കും തോറും നമുക്ക് ആ പുതപ്പിനകത്തുനിന്ന് വെളിയിലോട്ട് വരാനായിട്ട് ഭയങ്കര മടിയാണ്, നല്ല സുഖമായിട്ട് തോന്നും. അപ്പോൾ അമ്മ രാവിലെ കേശുവിന് ചായ കൊടുക്കാൻ നോക്കി. കേശു അമ്മയായിട്ട് അവിടെ വഴക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേശുവിന് ഇങ്ങനെ രാവിലെ ചായ കൊടുക്കാനായിട്ട് അമ്മ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ വഴക്ക് അവിടെ കണ്ടുകൊണ്ട് നിന്നാൽ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്നലെ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കോളിഫ്ലവർ ഞാൻ വിചാരിച്ച് നമ്മൾ ചിക്കൻ ചില്ലി വയ്ക്കുമല്ലോ, അതേപോലെ കോളിഫ്ലവർ ചില്ലി വയ്ക്കാം. ചില്ലി എന്ന് ഞാനിട്ട പേരാണ്, കാരണം നമ്മൾ ചിക്കൻ ചില്ലി വയ്ക്കണ അതേ മെത്തേഡിൽ തന്നെയാണ് ഈ കറിയും വെച്ചത്. അപ്പോൾ രാവിലെ ഈ കോളിഫ്ലവർ കറിയും അതുപോലെ തന്നെ നല്ല വിശപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റേ പച്ചവെള്ളത്തിൽ നനയ്ക്കണ ഇടിയപ്പത്തിൻ്റെ മാവും ഒക്കെ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇതാണ് എൻ്റെ പരിപാടി. എനിക്ക് കോളിഫ്ലവർ കട്ട് ചെയ്യുമ്പോഴേക്കും എപ്പോഴും മനസ്സിലൊരു പേടിയാണ്, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പുഴുക്കൾ കാണുമെന്ന് പറയുമല്ലോ, അപ്പോൾ അറിയാതെ അതിലെങ്ങാനും ആയി പോകുമെന്നൊരു ടെൻഷനാണ്. അപ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച്, വെള്ളം നല്ല തിളപ്പിക്കില്ല, വെള്ളം ചൂടാക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം കോളിഫ്ലവർ അതിലിട്ട് വെച്ചിരുന്നാൽ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകുമെന്നാണല്ലോ നാട്ടു നടപ്പ്. അപ്പോൾ ഞാനും ഇനി അതായിട്ട് കുറച്ചില്ല, കോളിഫ്ലവർ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ നല്ല കുഞ്ഞൻ പീസാക്കി കട്ട് ചെയ്ത് അതവിടെ വെള്ളം തിളപ്പിക്കാനായിട്ടൊക്കെ വെച്ചപ്പോഴേക്കും മീൻ കൊണ്ടുവന്നു. ഇപ്പോൾ ചന്തയിൽ പോക്കൊന്നും നടക്കൂല, ഭയങ്കര മഴയല്ലേ. അങ്ങനെ കൊണ്ടുവന്നത് മത്തിയായിരുന്നു. ഇവിടെ ചേട്ടൻ്റെ ഇഷ്ടവിഭവം. പുള്ളിക്കാരവിടെ പല്ലേച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ആൾ മീനും കൊണ്ടുവന്നത്. അങ്ങനെ മത്തിയൊക്കെ വാങ്ങി അതും കൊണ്ട് വെച്ചപ്പോഴേക്ക് അമ്മ അത് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മ അത് കട്ട് ചെയ്യാനൊക്കെ എടുത്ത് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കോളിഫ്ലവർ ഒന്ന് കുതിർത്ത് വെക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് വീശപ്പൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ചധികം ജോലിയാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് കാപ്പി ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അതിന് അവിടെ കുതിരാൻ വെച്ചതിന് ശേഷം അരി അടുപ്പത്തിടണ്ടേ, ഓരോ ജോലികൾ ഇങ്ങനെ നമുക്ക് ജോലിക്ക് പിന്നെ ക്ഷാമമൊന്നും ഇല്ലല്ലോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അരിയൊക്കെ അളന്നെടുത്ത് ഇനി അരിയൊക്കെ കഴുകി അതും കൂടെ ഒന്ന് അടുപ്പത്തിടണം. ഈ പറയും പോലെ ഇതൊക്കെ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ആണുങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നടക്കില്ല. അവരൊരു ജോലി ചെയ്താൽ അവർക്ക് അത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഒരു സമയം എന്തുമാത്രം ജോലിയാണ് ചെയ്യണതല്ലേ, ഒന്ന് ചെയ്തുകൊണ്ട് വരുമ്പോഴായിരിക്കും അയ്യോ അടുത്ത കാര്യം ഓർമ്മിക്കുന്നത്. അങ്ങനെ മൊത്തം കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അരിയും അടുപ്പത്തിട്ടിട്ടുണ്ട്. കുറച്ച് സമയം തോന്നുന്നു നിന്നിട്ട് മഴ തകൃതിയായിട്ട് അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഡൗട്ടായിരുന്നു, ഇടവപ്പാതി എന്ന് വെച്ചാൽ ഇടവത്തിൽ പെയ്യണ മഴയാണോ അല്ലെ ഇടവം പകുതിയിൽ പെയ്യണ മഴയാണോ എന്ന്. പാതി എന്ന് പറയുമ്പോഴേക്കും അതിന് മഴയെന്നൊരർത്ഥം കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു ഇതിന് മുന്നേ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളപ്പോഴേക്കും എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇടവത്തിൽ ദിവസം പകുതിക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം പെയ്യണ മഴയാണെന്ന്. എന്ത് കുന്തമായിരുന്നാലും ഇടവം തുടങ്ങിയപ്പോൾ തൊട്ട് മഴ അങ്ങ് തകർക്കണുണ്ട്. പിന്നെ ഇന്ന് ന്യൂസിൽ പറയണത് കേട്ട് ഇത് ന്യൂനമർദ്ദമാണ്, ഇനി ഇടവപ്പാതി അല്ല കാലവർഷം വരാൻ പോണതേ ഉള്ളൂ. 31-ാം തീയതി കഴിയുമ്പോൾ തൊട്ട് അതിശക്തമായ മഴയായിരിക്കും, കാലവർഷം ഇപ്പോൾ അതിഭീകരമായിരിക്കും എന്നൊക്കെയല്ലേ പറയണത്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നനച്ച് വെച്ചിട്ട് നേരെ വാഴയില എടുക്കാനായിട്ട് പോയതാണ്. ഈ വാഴയിലയിൽ വീശപ്പം ഉണ്ടാക്കുമ്പോഴേക്കും നല്ല മണവും കൂടെയാണ്. ആ വാഴയില വാടി വരണില്ല, അതിൻ്റെ ഒരു മണവും കൂടെയൊക്കെ വരും. അങ്ങനെ കുറച്ച് വാഴയിലേ കിട്ടിയിട്ടുള്ളൂ. വാഴയില ഒരുപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് തന്നെ അങ്ങ് കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അത്രയ്ക്കൊന്നും വാഴയില കിട്ടിയില്ല. അപ്പോൾ നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പ്. കാറ്റ് ഇപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാറ്റുമുണ്ട്. ഞാൻ അങ്ങനെ കിട്ടിയ വാഴയിലയായിട്ടൊക്കെ വീട്ടിൽ വന്ന് അപ്പോഴേക്ക് കോളിഫ്ലവറൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആയിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാവിൽ മുക്കി പൊരിക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല, മാവിൽ മുക്കി പൊരിക്കാം എന്ന് വിചാരിച്ചപ്പോൾ മൈദ മാവ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ് മാറി,
പിന്നെ കോൺഫ്ലവർ ഉണ്ട്. പക്ഷേ കോൺഫ്ലവറിൽ മുക്കി പൊരിക്കാന്നുള്ള എനിക്ക് ബോധം അന്നേരം പോയതുമില്ല. മൈദാമാവിൽ മുക്കി പൊരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് അല്ലാണ്ട് തന്നെ അങ്ങ് പൊരിച്ചെടുക്കുകയായിരുന്നു. ഇനി അത് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇത് നമ്മുടെ വാഴയില ശരിയാക്കി എടുക്കണമല്ലോ. അങ്ങനെ വാഴയില ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. വാഴയില ശരിയാക്കി ഒന്നുമില്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുത്താൽ മതി. ഇടിയപ്പം അല്ല, വീശപ്പമാണ്. വീശപ്പം അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പച്ചവെള്ളത്തിൽ നനയ്ക്കണ മാവായതുകൊണ്ട് നമ്മൾ നനയ്ക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് അത് ഇരട്ടിക്കുകയും ചെയ്യും. അതുമല്ല നല്ല സ്മൂത്താണ്. നമുക്ക് നല്ല എന്താ പറയാനായിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കും പോലെ അല്ല, നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് നനയ്ക്കണില്ല, അതുപോലെയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിതിപ്പോൾ. അപ്പോൾ കൂടുതലും ഞാൻ ഈ മേജറിൻ്റെ ബ്രാൻഡാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെതും ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിഞ്ഞു. പക്ഷേ ഹൈപ്പറിൽ ഞങ്ങൾക്ക് നമ്മുടെ തൊട്ടടുത്ത ഹൈപ്പർ മാർക്കറ്റാണ്, അവിടെ അതങ്ങനെ കാണാറില്ല. മേജറിൻ്റെ തന്നെയാണ് കൂടുതൽ കാണാറ്. അങ്ങനെ ഇനിതാ ഇടിയപ്പമൊക്കെ ഒന്ന് അവിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ വാഴയില കുറച്ചുള്ളത് കൊണ്ട് വാഴയിലയിൽ വെച്ച് അവിച്ചതിന് ശേഷം ഞാൻ കാസറോളിൽ തട്ടി വയ്ക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലയോട് കൂടി തന്നെ അകത്ത് വെച്ചിരിക്കാം. അതിനുശേഷം കാസറോൾ തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര മണമാണ്. വാഴയില വാടിയതിൻ്റെയൊക്കെ ഒരു മണമില്ലേ. അപ്പോൾ ഇനി കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആവണതേ ഉള്ളൂ. അപ്പോൾ കോളിഫ്ലവർ എല്ലാം നമ്മൾ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സവോള നമുക്ക് കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട, ഒന്ന് വട്ടം വെട്ടി നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ മുട്ടക്കറിക്കൊക്കെ ആവും ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്രയൊന്നും വേണ്ട. അല്ലാണ്ടൊന്ന് വാടി കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഒഴിച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി സോസ് വേണം, ടൊമാറ്റോ സോസും സോയാ സോസും വേണം. അതും കൂടെ വന്നാൽ ആ സോസൊക്കെ വരുമ്പോൾ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ചില്ലി രൂപത്തിലേക്ക് അത് മാറുള്ളൂ. ഇപ്പം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വയ്ക്കുന്നതാണെങ്കിൽ തക്കാളി നമുക്ക് 1, 2, 3 തക്കാളി ഒന്ന് അരച്ചൊഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതൊക്കെ അവിടെ കറി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മഴ പെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് ഈ ചെടികളൊക്കെ മാറ്റി നടാനായിട്ട് പറ്റിയൊരു സമയവും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട്, കണിക്കൊന്ന വിത്തിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3-4 കണിക്കൊന്നയുണ്ട്. അപ്പോൾ അതിനെ ഇന്ന് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ വെളിയിൽ ഷെഡ് നിൽക്കണേനെ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. വീട്ടിനകത്ത് വെക്കാനായിട്ടുള്ള സ്ഥല സൗകര്യമില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയും കൂടെ ആയപ്പോഴേക്കും ഈ പുല്ലുകൾക്കൊക്കെ മുളച്ച് വരാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. കൂടുതലും അവിടെ നിൽക്കുന്നത് നമ്മുടെ ആനച്ചൊറയണമെന്ന് നമ്മളിവിടെ പറയും, ആ സംഭവമാണ് ഒരുപാട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനെ കൈകൊണ്ട് എടുക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അതിനെ അടിച്ച് പൊട്ടിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുഴിയെടുക്കാനൊക്കെ നല്ല എളുപ്പമല്ലേ, തറ മൊത്തം നനഞ്ഞ് കിടക്കണുണ്ട്. ഒപ്പിച്ചത്തിച്ച് ഒരു കുത്ത് കൊടുത്തപ്പോൾ തന്നെ അതങ്ങ് താന്നു പോയി. അങ്ങനെ കണിക്കൊന്ന അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ കേശു ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് പുറത്തിറങ്ങാതിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്ക് കേശുവിനെ നമ്മളിനി കോഴി തുറന്നു വിടും പോലെയാണ്, അപ്പോഴേക്ക് എടുത്ത് ചാടി വെളിയിലിറങ്ങി. അപ്പോൾ അനന്തവും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അനന്തവും കേശുവും കൂടെ അവിടെ ഓട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങി. ഇപ്പോഴും നല്ല കാശല്ല, നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കേശു അവിടെ നിന്ന് കളിക്കട്ടെന്ന് വിചാരിച്ചു. കൊച്ചായിരുന്നാലും എപ്പോഴും ഈ വീട്ടിനകത്ത് ഇപ്പോൾ അടച്ചിരിക്കുകയല്ലേ. മഴ പെയ്യണോണ്ട് 1-2 ദിവസം കൊണ്ട് ഇപ്പോൾ അംഗൻവാടിയിലും പോകണില്ല. അംഗൻവാടിയിൽ ഏറ്റവും അടുത്തുനിന്ന് പോകുന്നത് കേശുവാണ്. ബാക്കി പിള്ളേരെല്ലാം കുറച്ച് 1-2 വീടെങ്കിലും മാറിയാണ്. തൊട്ടടുത്ത് താമസിക്കുന്നത് കേശുവാണ്. ആ അംഗൻവാടിയിൽ എന്നും ലാസ്റ്റ് ഏറ്റവും താമസിച്ച് ചെല്ലുന്നതും കേശുവാണ്. ഏറ്റവും നേരത്തെ തിരിച്ചു വരണതും കേശുവാണ്. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അന്ന് ലീവ് എടുക്കുന്നതും കേശുവാണ്. അങ്ങനെ ഇനി പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് കേശുവിന് ബുക്കൊക്കെ വാങ്ങാനായിട്ട് പോകണം. മോന് ബുക്ക് വാങ്ങാനായിട്ട് തന്ന ഡേറ്റ് ഇന്നായിരുന്നു. അപ്പോൾ രാവിലെ കിട്ടിയ ആ മത്തിയൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണമല്ലോ. അപ്പോൾ അതായിരുന്നു അടുത്ത പരിപാടി.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ സിങ്കിലിട്ട് ഇപ്പോൾ വിളക്ക് തേക്കാറില്ല. കഴിഞ്ഞതിനുള്ള വീഡിയോയിൽ എനിക്ക് എല്ലാവരും ചോദിച്ച കാര്യം ഇതാണ്, ചേച്ചി അങ്ങനെ ചെയ്യില്ലേ, അങ്ങനെയാണോ ചെയ്യണത്, മീൻ വെട്ടേണ്ട സിങ്കിലിട്ടാണോ വിളക്കം തേക്കണത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആദ്യം ഈ സിങ്ക് വെച്ച സമയത്ത് വിളക്ക് തേക്കാനായിട്ട് എന്നുള്ള രീതിയിലേ അല്ല വെച്ചത്, വെളിയിലിട്ട് പാത്രം കഴുകാനും മീൻ വെട്ടാനും ഒക്കെ ആയിട്ടാണ് ആ സിങ്ക് വെച്ചത്. പക്ഷെ ഞാനതിനെ പോകെ വിളക്ക് തേക്കാനുള്ളതാക്കി മാറ്റിയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇല്ലാണ്ട് വന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ വെച്ചൊക്കെ പാത്രങ്ങൾ കഴുകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം കൂടെ പറക്കി വെളിയിലിട്ടിട്ട് ആ സിങ്കിൽ വെച്ചൊക്കെ കഴുകി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് മീനൊക്കെ വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വിളക്ക് അതിനകത്തിട്ട് തേക്കില്ല. വിളക്ക് അവിടെ താഴെ അവിടെ ഒരു പലകയുണ്ട്, ആ പലക എടുത്തിട്ട് വിളക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അവിടെ വെച്ച് വിളക്ക് തേച്ചതിന് ശേഷം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് പൈപ്പ് തുറന്ന ആ വിളക്ക് കഴുകണത് മാത്രമാണ്, ഞാൻ സിങ്കിൽ വിളക്ക് ഇട്ടിട്ടില്ല. ഇപ്പോഴും ഇനി കുറേ നാൾ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ആ സിങ്കിലിട്ട് ഞാനിനി വിളക്ക് തേക്കണില്ല, അല്ലാണ്ട് താഴെ വെച്ചാണ് വിളക്ക് തേക്കണത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ, ആ വീഡിയോയ്ക്ക് മുന്നേ രണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ മീൻ വെട്ടണ സിങ്കിലിട്ടല്ല ഇപ്പോൾ വിളക്ക് തേക്കണത്. ഇപ്പോൾ ഞാൻ ആ സിങ്കിലിട്ട് വിളക്ക് തേക്കാറേ ഇല്ല. ചിലപ്പോൾ പൈപ്പ് തുറന്ന് വിളക്ക് കഴുകി എന്തെങ്കിലും ചെയ്താലായി, അല്ലാണ്ട് അതിലിപ്പോൾ സിങ്കിനകത്ത് വിളക്ക് വെക്കാറില്ല. അങ്ങനെ ഞാൻ മത്തിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. മത്തിയൊക്കെ പൊരിച്ചെടുത്തിട്ട് ഈ സവോള ഇട്ട് വെക്കണതാണ് ഇവിടെ ആനന്ദുവിന് ഭയങ്കര ഇഷ്ടം. മീൻ പൊരിച്ച് വെച്ചാൽ അവനിങ്ങനെ സവോള അവൻ്റെ പുറത്ത് അരിഞ്ഞിട്ട് കൊടുത്താൽ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അവൻ മീൻ കഴിച്ചില്ലെങ്കിലും ഈ സവോള അവൻ കഴിച്ചോളും. അങ്ങനെ മീനുമൊക്കെ പൊരിച്ച് വെച്ചിട്ട് ഞങ്ങളിതാ മോൻ്റെ ബുക്ക് വാങ്ങാനായിട്ട് പോവുകയാണ്. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ മടിച്ച് നിന്നിട്ട് കാർ എടുക്കാനുള്ളൊരു മടിയും എല്ലാം കൊണ്ട് അവസാനം വണ്ടിയിൽ തന്നെ പോയി. അപ്പോൾ ഞങ്ങളിതാ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇതാണ് മോൻ്റെ സ്കൂള്, ഭാരതീയ വിദ്യാഭവൻ മൺവിളയിലാണ്. അവിടെയാണ് മോനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ നേരെ കാണുന്ന ആ ബ്ലോക്കിൽ തന്നെയാണ് ബുക്കൊക്കെ കൊടുക്കുന്നതും. അത് അവിടെ തന്നെയാണ് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും ഒക്കെ ഉള്ളത്. അപ്പോൾ മോന് അതിങ്ങനെ ഇറങ്ങി ചെന്നാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ ആ സ്കൂൾ ഫുള്ളായിട്ട് ഇതുവരെ കണ്ടില്ല. LKG സെക്ഷനും UKG സെക്ഷനും മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ താഴോട്ട് അങ്ങോട്ട് എവിടെയൊക്കെയാണ്. നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെയാണ് കേശുവിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് അങ്ങനെ പോവാറേ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ട്, ഈ ഒരു ഭീഷ്മ ബ്ലോക്ക്. ഇവിടെയാണ് ഓഫീസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെന്ന് ബുക്കൊക്കെ വാങ്ങിയിട്ട് എംബ്ലവും സോക്സും വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നത്. അവിടെ ചെന്നപ്പോൾ കുറച്ച് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി തിരിച്ച് വന്നപ്പോഴാണ് നല്ല പണി കിട്ടിയത്. മോനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അവൻ രാവിലെ പറഞ്ഞതാണ് കാറിൽ പോവാമെന്ന്. മഴയെന്ന് പറഞ്ഞാൽ തകർത്ത് തിമിർത്ത് വേണം മഴ. അപ്പം ഞങ്ങളെ ചന്ത കണ്ടില്ലേ, ഇതാണ് ചന്തയിലെ അവസ്ഥ. എന്തായാലും അവിടെ വന്നപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി മീൻ വാങ്ങിച്ച് നല്ല അയല കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാനേ പറ്റുന്നില്ല. അത് ആ ഒരു കടമുറിയിൽ കയറി നിൽക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട് അവിടെ കയറി നിൽക്കണവർ. അപ്പോൾ ചന്തയിൽ വന്നവരൊക്കെ അങ്ങനെ അവിടെ കയറി നിൽക്കുകയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത മഴയായിപ്പോയി. കുറേ സമയം അവിടെ നിന്നിട്ടും മഴയ്ക്ക് വലിയ ശമനമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തോന്ന് മഴയല്ലേ. കേശുവിൻ്റെ സ്കൂളിൽ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ. ബുക്കുകളൊക്കെ വാങ്ങിച്ച് കേശുവിന് 6 ടെസ്റ്റ്. എനിക്കാണെങ്കിൽ ദൈവമേ, മോനാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ABCD ഒക്കെ ഇപ്പൊ Q വരെ എത്തി. പക്ഷെ സ്മോൾ ലെറ്റർ ഇതുവരെ തൊട്ടിട്ടില്ല. എന്ത് പറയാനായിട്ട്. ഇപ്പൊ നോക്കിയപ്പോ ബുക്ക് കിട്ടിയപ്പോഴേക്ക് സ്മോൾ ABCD ഉണ്ട്, സ്മോൾ ലെറ്ററും ഉണ്ട്. നമ്മളൊക്കെ ഓർമ്മയില്ലേ, നമ്മളൊക്കെ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. 5 പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദി പഠിക്കുന്നത്. പിള്ളേർക്ക് UKG തൊട്ട് ഹിന്ദിയും ഉണ്ട്. ഇതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ള കാര്യമാണ്. അങ്ങനെ വന്നിട്ട് മോനെ കൊണ്ട് അംഗൻവാടിയിലാക്കി. അയ്യോ, തിരിച്ചു വന്നപ്പോഴേക്ക് ഫുൾ മഴയായിരുന്നു. മഴ ഫുള്ള് നനഞ്ഞ് കുളിച്ചാണ് വന്നത്. അപ്പൊ ഞാൻ കുടംപുളി വാങ്ങിച്ചു. നമ്മളിവിടെ തിരുവനന്തപുരംകാർ അങ്ങനെ അധികം കുടംപുളിയൊന്നും യൂസ് ചെയ്യൂല. തിരുവനന്തപുരംകാർ യൂസ് ചെയ്യണവരുണ്ടാന്ന് തോന്നി. എനിക്ക് എന്റെ കാര്യമല്ലേ അറിയാവുള്ളൂ. ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ കുടംപുളി ഉപയോഗിക്കൂല. സാധാ നമ്മൾ ഈ സാമ്പാർ പുളി എന്ന് പറയൂലേ, അത് വെച്ചാണ് മീൻ വെക്കുന്നത്. പക്ഷെ വയറിനൊക്കെ നല്ലത് കുടംപുളി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറെ നാൾ കുടംപുളി ഉപയോഗിച്ചിരുന്നു.
അത് നമ്മൾ മണികെട്ടമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടും കുടംപുളി നല്ല ലാഭത്തിന് വാങ്ങിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഹൈപ്പറിൽ പോയപ്പോഴത്തേക്ക് കുടംപുളി ഇരിക്കും. അങ്ങനെ പിന്നെ പുളി തീർന്നായിരുന്നു. സാധാരണ ഞാൻ ഹൈപ്പറിൽ നിന്നല്ല പുളി വാങ്ങിക്കുന്നത്, ഇവിടെ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പൊ പുളി തീർന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ അമ്മയാണ് നോക്കി പറയണത് ആ പുളി തീരാറായി. കാരണം മീനൊക്കെ അരയ്ക്കണത് അമ്മയല്ലേ. അപ്പോ അമ്മ ഇപ്പോ ഇതിലൊന്നും കൈയടത്താത്തത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടു സംഭവം. അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഹൈപ്പറിൽ പോയപ്പോഴാണ് പുളി വാങ്ങിയത്. പുളി വാങ്ങിച്ചപ്പോൾ അവിടെ കുടംപുളി ഇരിക്കണത് കണ്ടിട്ട് അങ്ങനെ കുടംപുളിയും കൂടെ വാങ്ങിച്ചു. അപ്പൊ നേരത്തെ മത്തി വെട്ടി ക്ലിയർ ആക്കിയതൊക്കെ അതിനെ പൊരിച്ചെടുത്ത് അപ്പോഴേക്കും നല്ല അയല മീൻ കിട്ടി. അപ്പൊ അയല കറി വെക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അയല ഇനി കറി വെക്കാം. അപ്പൊ അത് അയല കട്ട് ചെയ്തിട്ടിട്ട് ഇതിലെ തക്കാളി പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് അയലത്തലയുടെ കാര്യം അറിയാമല്ലോ, അയലത്തല അളിയനും കൊടുക്കൂലെന്നാണ് പ്രമാണം. അപ്പോ പിന്നെ ഈ അരയ്ക്കണ വീഡിയോ കാണിക്കാത്ത വേറൊന്നും അല്ല, ഞാൻ മിക്സി കൊടുക്കണ അതേ സ്വിച്ചിലാണ്, അതേ പ്ലഗിലാണ് ഈ റിംഗ് ലൈറ്റിന്റെ ലൈറ്റും കൂടെ കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് അത് ഊരുമ്പോഴേക്കും പിന്നെ മിക്സി എന്തോന്ന് പറഞ്ഞു വരേണ്ടത് രണ്ടും കൂടെ ഒരിടത്ത് ആയതുകൊണ്ട് റിംഗ് ലൈറ്റിന്റെ അത് ഓഫാക്കിയാൽ മാത്രമേ മിക്സി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ കുടംപുളിയുടെ അളവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ അതിനെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയാവോ, ഇനി പുളി കുറവാണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും ഇത് ഇട്ട് നോക്കാം. പുളി കുറവോ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റാം. നമ്മൾ ഓരോ മിസ്റ്റേക്കുന്നല്ലേ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരണത്. എന്തായാലും ഞാൻ ഈ സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വേണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അല്ലെങ്കിൽ രണ്ടെണ്ണം മാറ്റി വെച്ചിരിക്കാം. പുളി കുറവാണെന്ന് തോന്നണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത്. അങ്ങനെ മീനെല്ലാം കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ പുളിയുടെ അളവൊന്നും എനിക്ക് അറിയില്ല. പ്രത്യേകിച്ച് കുടംപുളിയുടെ മറ്റതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത് തൊട്ട് അത് കുറയ്ക്കാം, മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഇട്ടതിന് 1-2 വീണ്ടും മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ വാഴക്കൂമ്പ് എവിടെ കണ്ടാലും വാങ്ങും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് തോരൻ വെക്കുമ്പോൾ. അപ്പൊ മിക്കവാറും ഹൈപ്പറിൽ പോകുമ്പോഴേക്കും ഇതാ ഈ സംഭവം അവിടെ കാണും. അങ്ങനെ ഒരു വാഴക്കൂമ്പ് വാങ്ങിച്ച് മെനങ്ങാതെ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നലെ വെക്കാൻ പറ്റിയില്ല. ഇന്ന് ഈ വാഴക്കൂമ്പ് തോരൻ വെക്കണം. ഇനി ഈ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കണം. ഞാനാണെങ്കിൽ മുന്നേ എന്ത് ചെയ്യുന്നറിയാമോ, വാഴക്കൂമ്പ് ഇത് തോരൻ വെക്കാനായിട്ട് എടുക്കുമ്പോഴേക്ക് ഇതിന്റെ ഈ സംഭവം ഉണ്ടല്ലേ, ഇതെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് അത് നല്ല വെള്ള കളർ എപ്പോഴാവണം അതുവരെ ഞാൻ ഇതെല്ലാം എടുത്ത് കളയും. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര പാചക വിദഗ്ധയായിട്ടൊക്കെ കാണിക്കണമെങ്കിലും ഇതിലോട്ട് ഈ കളരിയിലോട്ടൊക്കെ ഇപ്പൊ ഇറങ്ങണതല്ലേ ഉള്ളൂ. കുറെ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിഞ്ഞൂടാ. പിന്നെ എല്ലാം യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരിക്കലും കമന്റ് വന്ന് ഇത് ഇത്രയും ഇങ്ങനെ കളയരുതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അമ്മയെ ചിലപ്പോൾ ശ്രദ്ധിക്കൂല ഇവിടുത്തെ അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അമ്മ പറയണത് നീ ഇത്രയും ഇളക്കി കളയുമായിരുന്നാന്ന്. എന്റെ അമ്മയും ചോദിച്ചു നീ ഇതെന്തിന് ഫുൾ ഇങ്ങനെ ഇളക്കി കളയണതെന്ന്. അപ്പോഴാണ് മനസ്സിലാവണത് ഇതിങ്ങനെ ഫുള്ള് കളയണ്ട, ഏകദേശം സംഭവങ്ങൾ കളഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ഇതാ വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി കുറച്ച് ഒരു 3-4 കൊച്ചുള്ളിയേ ഉള്ളൂ. അതും കൂടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് ഇത്രയും മതിയാവും. ഇത് വെച്ചിട്ട് ഇനിയല്ല കൂമ്പ് തോരൻ ഉണ്ടാക്കാം. അപ്പൊ വാഴക്കൂമ്പ് എല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി അതൊക്കെ തോരൻ വെച്ചാൽ മതി. മഴയ്ക്ക് കുറവൊന്നുമില്ല, ഇപ്പൊ ഒന്ന് തോന്നു നിൽക്കണതേ ഉള്ളൂ. അതിന് എപ്പോഴും പെയ്യാം ആ രീതിയിൽ നിൽക്കുകയാണ്. ഇത്രയും ദിവസം ചൂടേന്ന് വിളിച്ചിട്ട് ഇപ്പൊ നമ്മൾ മഴ എന്ന് വിളിക്കുകയാണ്. അതുപോലെ തന്നെ മുറിക്കകത്തോട്ട് കയറിയാൽ AC ഓണാക്കാതെ നമുക്ക് കിടക്കാനേ പറ്റൂല. ആദ്യം കയറിയ ഉടനെ AC ആയിരുന്നു ഓണാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോ പുതപ്പാണ് അന്വേഷിക്കുന്നത് അകത്തോട്ട് കയറുമ്പോ തന്നെ. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തതിന്റെ കൂട്ടത്തിൽ തന്നെ 2 വെളുത്തുള്ളി ചെറുതായിട്ട് തല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒത്തിരി മുളക് പൊടി മതി, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ മീൻകറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോഴേക്ക് പുളി ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ പുളിയും കൂടെ ഇട്ടെങ്കിൽ
അപ്പൊ പുളി കുറച്ച് മതി കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടായിരുന്നു. നല്ല പുളിയുണ്ട്. അപ്പം 1 2 സംഭവം മാത്രം കുടംപുളി ഇട്ടാൽ മതി. അപ്പൊ ഇനി അറിയാം, ആദ്യം ഒരു പ്രശ്നം വരുമ്പോ പിന്നെ നമ്മൾ പഠിച്ചോളൂല്ലോ. എല്ലാം അങ്ങനെയല്ലേ, നമുക്ക് ആദ്യം തെറ്റ് പറ്റിയാലല്ലേ നമ്മൾ അതിൽ നിന്ന് ശരി പഠിക്കുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇതുകൊണ്ട് വെച്ചു കൊടുക്കുമ്പോഴേ കഴിക്കണവർക്കും ഇഷ്ടപ്പെടണമല്ലോ. നല്ല തിളച്ചിട്ടുണ്ട്, ഒരു ശക്കലം കൂടെ വറ്റിയാലും ഇനി മീൻകറി ഇറക്കാം. ഇനി അടുത്ത് ചക്കക്കുരുവും മാങ്ങയും കൂടെ വെച്ച് ഒരു ഉടച്ചു കറി വെക്കാന്ന് വിചാരിച്ച്. എനിക്ക് ചക്കക്കുരു കട്ട് ചെയ്യണതല്ല, അതൊന്ന് എടുക്കണത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതെന്റെ അമ്മയുടെ ഫേവറേറ്റ് കറിയാണ്. അപ്പോൾ വാഴക്കൂമ്പ് തോര റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് വാഴക്കൂമ്പ് കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഇനി നമ്മൾ വെച്ച ചീനച്ചട്ടി തന്നെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഇത് മാറ്റി വേറൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ചാൽ അതങ്ങ് കഴിഞ്ഞ് ഇനി മീനിൽ കടുക് വറുക്കാനുണ്ട്, ഇനി അത് ചെയ്യണം. ചക്കക്കുരു ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചക്കക്കുരു ഒരു 3-4 വിസിൽ വെന്ത് വരുമ്പോഴേക്കും മാങ്ങ കട്ട് ചെയ്ത്. ചക്കക്കുരു കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് മാങ്ങ അല്ലാണ്ട് വേവിക്കുകയാണ്. ചക്കക്കുരുവും പിന്നെ ഈ മാങ്ങയും കൂടെ കറി വെച്ചാലൊക്കെ കിടിലനാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ചക്കക്കുരു തൊലിക്കണ കാര്യം എന്നെ കൊല്ലണേന് സമമാണ്. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് തൊലിച്ചൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ചക്കക്കുരുവൊക്കെ അമ്മയാണ് തൊലിച്ചൊക്കെ തരണത്. എന്നിട്ട് നമ്മൾ അവിയലിനൊക്കെ അരക്കില്ലേ, ആ രീതിയിൽ അരപ്പും കൂടെ ആക്കി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചക്കക്കുരു നല്ല ഉടയ്ക്കണം. അതുപോലെ തന്നെ മാങ്ങയും കൂടെ ഉടച്ചിട്ട് ഈ സംഭവം അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കടുകും കൂടെ താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയാണെങ്കിൽ കടുക് താളിക്കില്ല, അമ്മ ഇതിന് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. പക്ഷേ എനിക്കെന്തോ കടുക് താളിച്ചൊഴിക്കുമ്പോൾ കുറച്ച് കാണാനും ഒരു ഭംഗി പോലെ തോന്നും, കുറച്ച് മണമൊക്കെ വരുമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയും കൂടെ ഉടച്ചു വെച്ച കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരനും ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ അയലക്കറിയും മത്തി പൊരിച്ചത്. ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ. ഇന്ന് എനിക്ക് കടയിൽ പോകാനായിട്ട് ലേറ്റായി. ഇന്ന് മഴ ആയതുകൊണ്ട് പോകണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ച്. അപ്പം ഇനി അടുത്ത് കടയിൽ പോകണം. ഇനി കടയിൽ പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ 3:30-ക്ക് ശേഷം, വൈകുന്നേരം 3:30-ക്ക് ശേഷമാണ് വണ്ടി തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ടും ഓട്ടോയിൽ പോയിട്ട് തിരിച്ച് വണ്ടിയും കൊണ്ട് വരാമെന്ന് വിചാരിച്ച്. ഇപ്പം നമ്മുടെ സ്കൂട്ടറിൽ പോയിട്ട് തിരിച്ച് ഞാൻ ഓടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചാൽ അത് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ ഈ ബൈപ്പാസിൽ. അത് കഴക്കൂട്ടത്ത് നിന്ന് ഇങ്ങ് വരെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഓട്ടോയിൽ പോയിട്ട് തിരിച്ച് നമ്മൾ പുതിയ വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാ ഞാനും കേശുവും. എന്തോന്ന് കേശു കിട്ടാ? കേശു അവന്റെ ഗെയിമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേശുവും ഞാനും കേശുവിന്റെ അച്ഛനും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ പുതിയ വണ്ടിയൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ പുതിയ വണ്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നോക്കിയാല് ഇത് ഡൈ ചെയ്യാതെ മൊത്തം കുഴപ്പമില്ല. പറയങ്ങോട്ട്. എന്തിനു പറയാ? സന്തോഷം, സങ്കടം. സങ്കടം പുതിയ വണ്ടി, ഒരു വണ്ടി കൂടെ നമ്മൾ എടുക്കാന്ന് നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മളെ മോനെ സ്കൂളിൽ വിടുന്ന സമയത്തെ അവനൊരു വണ്ടിയും കൂടെ വേണമെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ബുള്ളറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് നേരത്തെ ഒരു വണ്ടി കൂടെ ഉണ്ടായിരുന്നതാണ്, ഒരു ഏവിയേറ്റർ ഉണ്ടായിരുന്നു. അതിനെ പിന്നെ നമ്മൾ 5-6 വർഷം ആയപ്പോഴത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ സമയത്ത് ഇവക്ക് വണ്ടി അത്രയ്ക്ക് ഓട്ടിക്കാൻ അറിയാത്തത് കൊണ്ട് ഈ വണ്ടി വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതിനെ സുഹൃത്ത് വന്ന് ചോദിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു. അത് കൊടുത്തിട്ടിപ്പോ ഒരു 6 വർഷമെങ്കിലും ആവും ആ വണ്ടി കൊടുത്തു.
അപ്പൊ ഞങ്ങൾ അങ്ങനെ അപ്പൊ അത് ആ വർഷം 6 വർഷമായി. അടുത്ത വണ്ടി എടുക്കാനായിട്ട് അപ്പൊ പോവാനായിട്ട് നമ്മളിപ്പോ ഓട്ടോ മോനെ വെയിറ്റ് സ്കൂളിൽ ചെയ്തു. കൊണ്ടാക്കുകയും വിളിച്ചോണ്ട് വരാൻ വേണമെങ്കിൽ ഒരു വണ്ടി അതാണ്. വേണം. അപ്പൊ അതുകൊണ്ട് ഒരു വണ്ടി എപ്പോഴും വീട്ടില് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് അല്ലെങ്കിലേ നമ്മളെ എങ്ങോട്ടെങ്കിലും സമയം കറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ആവുള്ളൂ. വണ്ടിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പോവാണെങ്കിൽ മോനെ സമയത്ത് സ്കൂളിൽ വിളിക്കാനുള്ള കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ അറിയാലോ, ബുള്ളറ്റ് നമുക്കത് പ്രാക്ടിക്കൽ അല്ല, എല്ലാ സ്ഥലത്തും ബുള്ളറ്റും കൊണ്ട് പോകാൻ പറ്റില്ല. അതൊരു ആഡംബര വാഹനമായിട്ട് ഒരിടത്ത് വെച്ചിരിക്കാനേ പറ്റും. പെട്ടെന്നുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുള്ളറ്റ് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഹീറോയുടെ വണ്ടി ഏതാണെന്നുള്ളത് വണ്ടി പറഞ്ഞില്ല, നമുക്ക് സസ്പെൻസ് ആണ്. ഹീറോയിലെന്ന് പറഞ്ഞില്ല, എന്തോ സസ്പെൻസ്. വണ്ടി ഏതാണെന്നുള്ളത് നമുക്ക് ഷോറൂമിൽ പോയിട്ട് കാണാം. നമ്മൾ ഓട്ടോ എത്തിയിട്ടുണ്ട്, ഇനി ഇതിൽ കയറി വണ്ടി എടുക്കാൻ പോണം. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം, ഒരു വണ്ടിയും കൂടെ ആവേയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ ആ ഒരു വണ്ടിയുടെ ഇരപ്പിലൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകണമെങ്കിലും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഭയങ്കര സന്തോഷത്തോടും സങ്കടത്തോടുകൂടെയൊക്കെയാണ് പോണത്. കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ, മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ എന്നേകനാ എന്തിനിൻ മുന്നിൽ വന്നു, പനി നീർമണം തോവുമിൻ തിങ്കളേ. അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി. കഴക്കൂട്ടത്ത് ദിയ ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തത്. ഹീറോയുടെ സൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1,12,000 രൂപയായിരുന്നു വണ്ടിയുടെ റേറ്റ്. അപ്പോൾ എൻ്റെ മറ്റേ സ്കൂട്ടർ അത് ആക്റ്റീവ് ആയിരുന്നു, അതിന് കുറച്ചൊക്കെ കംപ്ലൈൻറ്റുകളൊക്കെ ആയി തുടങ്ങി. അപ്പോഴേ പറയായിരുന്നു മോൻ സ്കൂളിൽ പോകുമ്പോഴേക്കും ഒരു വണ്ടിയും കൂടെ വേണമെന്ന്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല സങ്കടവും ഉണ്ടെന്ന്. സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതിന് വീണ്ടും സാധിച്ചല്ലോ എന്ന് ആലോചിച്ച് ഉള്ള സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. പിന്നെ അതിൽ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ എല്ലാ ഭാഗ്യവും വന്നത് മോൻ ജനിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് അവൻ വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ചാനൽ പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷമാണ്. ഒരുപാട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പൊന്നുമോൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടും എന്തോ നമുക്ക് ഭയങ്കര ഒരു ഇതൊക്കെ നമ്മളെ ലൈഫിലൊരു അച്ചീവ്മെൻ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴുള്ള ഒരു സന്തോഷവും സങ്കടവും എല്ലാം ആയിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ ചാവി മോൻ തന്നെ വാങ്ങിക്കണം, മോനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കണം എന്ന് ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആളിങ്ങനെ ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ്. മോനറിയില്ലല്ലോ ഇങ്ങനെ ചാവി വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ ആളും എന്തോ ചാവി വാങ്ങിക്കണത് ഞാൻ എന്തോ സംഭവമായി എന്നുള്ള രീതിയിലാണ് കേശു നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുമല്ലോ, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് കുറേ ഡൗട്ടുണ്ട് വണ്ടിയെ പറ്റി ആയിരുന്നാലും അതിനെപ്പറ്റിയെല്ലാം ചേട്ടൻ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വണ്ടിയും ഇവിടെ നിൽക്കുകയാണ്. കേശുവിനാണെങ്കിൽ എന്തിനാച്ചാ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് വണ്ടി എടുക്കാൻ ചാവി വാങ്ങണ്ടേന്ന് ചോദിച്ചുകൊണ്ടൊക്കെയാണ് മോൻ നിൽക്കണത്.
അങ്ങനെ ഇതാ നമ്മളെ വണ്ടി നമ്മൾ സ്വന്തം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പെട്രോളിൽ തൽക്കാലത്തേക്കുള്ള പെട്രോൾ 1.5 ലിറ്റർ പെട്രോളായാലും ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്നാലും പോണ വഴിക്ക് ഇനി പെട്രോൾ അടിക്കണം. അപ്പോൾ കേശുവിന് കയറിക്കോളാൻ വയ്യ വണ്ടിയിൽ. പിന്നെ ഇതാ ഒരു നല്ലൊരു ഹെൽമെറ്റ് കിട്ടി. എൻ്റെ മറ്റേ വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കിടില ഹെൽമെറ്റ് ആയിരുന്നു. അത് ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. എനിക്ക് എവിടെയാണെന്ന് ഒരു ഓർമ്മയും ഇല്ല. ഈ ഇടയ്ക്കാണ് ആ ഹെൽമെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ ഒരു പഴഞ്ചാങ്കോട്ട ഹെൽമെറ്റ് ഉള്ളതായിരുന്നു ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ എനിക്കെന്തോ എത്താത്തതുപോലെയൊക്കെ ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് കിട്ടിയ ഹെൽമെറ്റ് വെച്ചപ്പോഴും ഭയങ്കര ആശ്വാസം. നല്ല സൂപ്പർ ഹെൽമെറ്റൊക്കെയാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ പമ്പിൽ വന്ന് അവിടെ നിന്ന് പെട്രോളും അടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അമ്മ അവിടെ വണ്ടിയൊക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വൃന്ദാവനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേശു ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും വരണ വഴിയിലൊക്കെ കാണുന്നവരുടെ അടുത്തൊക്കെ പറയായിരുന്നു ഞങ്ങളെ സൂം കണ്ടോ എന്ന്. അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ മറ്റേതാണെങ്കിൽ അമ്മയുടെ വണ്ടി എന്നേ പറയുള്ളൂ. മറ്റേൻ്റെ ആക്റ്റീവായി. ഇതിനെ ഇപ്പോൾ ഇന്നലെയൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛൻ ഏത് വണ്ടിയിൽ പോയത്, സൂമിലാണോ പോയത്? പിള്ളേരൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് അല്ലേ. നമ്മളെക്കാളും എല്ലാ കാര്യങ്ങളും ഈ ഞരുന്തിനൊക്കെ വരെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടെ ഒരു അതിഥിയും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.